ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ വേറൊരാൾ സ്നേഹിക്കുന്നുണ്ട്, ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ? ആ വ്യക്തിയെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൂത്രം ഉണ്ടോ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതേ കേസ് തന്നെയാണ്. ചിലപ്പോൾ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം അവരോടായിരിക്കും. അവരുള്ളത് കൊണ്ട് നിങ്ങളോട് ഒരിക്കലും അടുക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ തേർഡ് പേഴ്സണെ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. ഇനി ടോപ്പിക്കിലോട്ട് വരാം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് പേഴ്സണിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അറ്റൻഷൻ അങ്ങോട്ട് പോവുകയും അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ മാനിഫെസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോഴും പല ആൾക്കാരും ചോദിക്കും, എങ്ങനെയാണ് അവരെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, ടെക്നിക്കുകളുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തേർഡ് പേഴ്സണെ കുറിച്ചിട്ടൊന്നും ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അത് എവിടെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ക്ലാരിറ്റി വേണം എന്നുള്ളത് മനസ്സിലായി. എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട്? ആദ്യം തന്നെ ആരെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവരുമായിട്ട് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ലിവിങ് ടുഗദർ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മാരേജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റുക എന്നുള്ളതായിരിക്കാം. നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ പർപ്പസ് എന്താണോ എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതുക. അവരുടെ പേര്, ആ ഒരു പർപ്പസ്, ഇൻറ്റൻഷൻ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ എടുക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ആ നിമിഷത്തിലാണ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ പാച്ചപ്പായി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായി, അങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ നിങ്ങൾ പരസ്പരം എന്തായിരിക്കും സംസാരിക്കുക, പരസ്പരം ഡിന്നർ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ പരസ്പരം മിങ്കിൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പരസ്പരം യാത്ര ചെയ്യുന്നതാവാം. ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നത് പോലെ, ആ നിമിഷത്തിൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക, ബിഹേവ് ചെയ്യുക, എന്താണോ ഫീൽ ചെയ്യുക, അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. മാക്സിമം അത് ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാരിറ്റി വരുത്തി, ആരാണ്, എന്താണ് ഇൻറ്റൻഷൻ എന്നുള്ളത് റൈറ്റ് ഡൗൺ ചെയ്തു. ദെൻ ഒരു സിറ്റുവേഷൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നോട്ട് ചെയ്തു വെച്ചു. ലാസ്റ്റ് ഒന്നിച്ച് ചെയ്താലും മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതിലാണ് നമ്മൾ തേർഡ് പേഴ്സണെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെ ചിന്തിക്കണം? നിങ്ങൾ അവരെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ടോ? നിങ്ങളെക്കാൾ സുന്ദരിയാണ് അവൾ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ സുന്ദരനാണ് അവൻ, അല്ലെങ്കിൽ എന്നേക്കാൾ ഒരുപാട് ക്വാളിറ്റീസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്നേക്കാൾ നല്ല ജോലി ഉണ്ടാവന്, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ല ശമ്പളമുണ്ട് അവൾക്ക്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കമ്പയറിങ് ആയിരിക്കാം. ഇത് രണ്ടും ആയിരിക്കാം മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഉദാഹരണം എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നേക്കാൾ ഭംഗിയുണ്ട് അവന് എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ് അല്ലേ? അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം, അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ പൊളിക്കാനുള്ള ഒരു ചെറിയ അഫർമേഷൻ നമ്മൾ ഓപ്പോസിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അഥവാ അവനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ അവൾക്ക് എന്നോട് തോന്നുന്നു എന്നുള്ള രീതിയിലൊരു അഫർമേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു ഭംഗി, ബ്യൂട്ടിഫുൾ എന്നുള്ളതിനേക്കാൾ ഉപരി അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് വളരെയധികം പവർഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അവനേക്കാൾ കൂടുതൽ
അട്രാക്ഷൻ അവൾക്ക് എന്നോട് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്. ഓപ്പോസിറ്റ് പേഴ്സൺ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ സെന്റൻസിൽ മാറ്റങ്ങൾ വരും. അത് നിങ്ങൾ ലോജിക്ക് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ്സുകൾ എന്തൊക്കെയാണ്? ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ 5 എണ്ണം ഉണ്ടെങ്കിൽ ആ 5 എണ്ണം എഴുതി അതിനെ ഓപ്പോസിറ്റ് രീതിയിലോട്ട് മാറ്റി എഴുതണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അഫർമേഷൻസ് യൂസ് ചെയ്യണം. അഥവാ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഉണ്ട്. ഞാൻ പല വീഡിയോസിലായിട്ട് അത്തരത്തിലുള്ള അഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് പറയാം. ഞാനും ആ വ്യക്തിയും തമ്മിൽ, ആ വ്യക്തി എന്ന് പറയുന്ന അവരുടെ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും ആരാണോ ആ വ്യക്തി, ഓക്കെ, ഒരു പേരെടുക്കാം. ഞാനും കൈനയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ഒരു സെന്റൻസ് ആണ്. അവിടെ കൈന എന്നുള്ള പേര് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ആരുമായിട്ടാണോ സന്തോഷകരമായ ബന്ധം ആഗ്രഹിക്കുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഐ ആം ഹാവിങ് ഹാപ്പി ആൻഡ് ജോയ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഡാഷ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെയാണ് അഫേം ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കുമല്ലോ, അവനുണ്ടെങ്കിൽ ഇതൊന്നും പാച്ചപ്പ് ആവത്തില്ല, അവനാണല്ലോ ഏറ്റവും വലിയ വില്ലൻ. ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അവനെന്ന് പറഞ്ഞത് ചിലപ്പോൾ അവളാകാം. ഓരോരുത്തരുടെയും കേസിൽ മാറിക്കൊണ്ടിരിക്കാം അല്ലേ? അപ്പോൾ ആ തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തേർഡ് പേഴ്സൺ ലീവ് ചെയ്തു, ഇപ്പം അവർ സിംഗിളാണ്, ഇപ്പം നിങ്ങളുമായിട്ടാണ് മിങ്കിൾ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബിലീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. മേ ബി ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോജിക് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തുകയും ആ തേർഡ് പേഴ്സൺ ഇല്ല എന്നുള്ള രീതിയിൽ ബിലീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ വളരെയധികം സ്പീഡപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോസസ്സുകൾ ചെയ്യണം. ഇത് ഓരോന്നും ഓരോരോ ടെക്നിക്കുകളാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എഴുതുക എന്ന് പറഞ്ഞത് ഒരു ടെക്നിക്കാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് പറഞ്ഞത് വിഷ്വലൈസേഷൻ, ആക്ട് ആസ് ഇഫ് എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എടുത്ത് വിഷ്വലൈസേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ടെക്നിക്കായിട്ട് ഞാൻ പറഞ്ഞത് ആ ഒരു തേർഡ് പേഴ്സണുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിലോട്ട് മാറ്റി എഴുതി ആ ഒരു സെന്റൻസിനെ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. 4ാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ഒരൊറ്റ അഫർമേഷൻ. ഓക്കെ, ഐ എം ഹാവിങ് ഹാപ്പി ആൻഡ് ജോയ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ. മലയാളത്തിലാണെങ്കിൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണെന്നുള്ള ഒറ്റ സെന്റൻസ്. ഓക്കെ, 5ാമതായിട്ട് ഒരു ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞു. അതെന്താണ്? അത് ടെക്നിക്കല്ല, നിങ്ങൾ നിരന്തരം ഇത്തരം പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ ഒരു വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ വ്യക്തി തേർഡ് പേഴ്സൺ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി കാണും. തേർഡ് പേഴ്സൺ അല്ല, ഇനി ഒരുപാട് പേഴ്സൺസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റണം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേത് മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ മേഖലയിലും സക്സസ് ആവാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കാരണം കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ജീവിതത്തിൽ എല്ലാവർക്കും ഉന്നത വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.